بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുഅ്ജമുൽ കബീറിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഈ ഹദീസ് ഹസനുൽ ലിഗൈരിഹി എന്ന ദറജ നൽകിക്കൊണ്ട് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്ഥാപിക്കുന്നതും കാണാൻ സാധിക്കും. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക്, അത് ഞാനും നിങ്ങളും സാമൂഹിക ജീവികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? വമൻ മശ മഅ അഖീഹി ഫീ ഹാജത്തിൻ, ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ സഹോദരൻ്റെ കൂടെ അയാളുടെ ഒരു ആവശ്യത്തിനു വേണ്ടി നടക്കുകയാണ്, ഹത്താ യുസബ്ബിതഹാ ലഹു, അയാൾക്കത് സാധിപ്പിച്ചു കൊടുക്കുന്നതുവരെ, അത് നേരെയാക്കി കൊടുക്കുന്നതുവരെ അയാളുടെ ആവശ്യത്തിന് അയാളുടെ കൂടെ നടക്കുകയാണെങ്കിൽ സബ്ബത്തല്ലാഹു ഖദമഹു, അയാളുടെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. യൗമ തസൂലുൽ അഖ്ദാം, പാദങ്ങൾ നീങ്ങിപ്പോകുന്ന, ആളുകൾ ബേജാറിലായി പോകുന്ന ഒരു ദിവസത്തിൽ, അഥവാ ഖിയാമത്ത് നാളിൽ, മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ആളുകൾ വെപ്രാളപ്പെട്ടു പോകുമ്പോൾ, ആ ഒരു ദിവസം ഒരാൾക്ക് അള്ളാഹു ധൈര്യം നൽകും, അയാളുടെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അതിന് കാരണമായി തീരുന്നത് എന്താണ്? നമ്മുടെ ഒരു സഹോദരൻ്റെ ആവശ്യം തീർത്തു കൊടുക്കാൻ വേണ്ടി അയാളുടെ കൂടെ നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നമ്മുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ സഹോദരങ്ങളുണ്ട്, അയൽവാസികളിലുണ്ട്. ഇനി മാത്രമല്ല, മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികളെല്ലാവരും സഹോദരങ്ങളാണ്. എല്ലാവർക്കും പല നിലക്കുമുള്ള ആവശ്യങ്ങളുണ്ട്. അതിലൊക്കെ പലതിലും ഇടപെടാനും അവരെ സഹായിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. നമുക്കതിന് സമയവുമുണ്ട്, സന്ദർഭവുമുണ്ട്, അതിനുള്ള അവസരങ്ങളും കഴിവും എല്ലാമുണ്ട്. എന്നിട്ടും പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. ഒരിക്കലും മുസ്ലിമീങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. ഈ ഹദീസിൽ തന്നെ കാണാം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തു കൊടുക്കുന്നവൻ ആരാണോ അവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ആരോഗ്യം കൊണ്ട്, ശരീരം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ സ്ഥാനങ്ങൾ കൊണ്ട്, നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. എന്നാൽ അനീതിക്കോ അക്രമത്തിനോ കൂട്ടു നിൽക്കരുത്. ഹലാലായ മാർഗത്തിലൂടെ, അനുവദനീയമായ മാർഗത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ അയൽവാസികളിലോ കൂട്ടുകാരിലോ മുസ്ലിം സഹോദരങ്ങളിലോ എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങളുണ്ടോ അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവരുടെ കൂടെ നമുക്ക് നടക്കാം, യാത്ര ചെയ്യാം. അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു രേഖപ്പെടുത്തും. മഹ്ശറിൽ 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറിൽ പാദങ്ങൾ നീങ്ങിപ്പോകുന്ന ആ ദിവസം അള്ളാഹു നമ്മളെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ചെറിയ ഒരു പ്രതിഫലമല്ല, വലിയ പ്രതിഫലമാണ്. അതിന് നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ആ ഹദീസ് ഒന്നുകൂടി മനസ്സിലാക്കാം. വമൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ ഹത്താ യുസബ്ബിതഹാ ലഹു, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ കൂടെ അയാളുടെ ഒരു ആവശ്യം പൂർത്തീകരിക്കുന്നതുവരെ അയാളുടെ കൂടെ നടന്നാൽ സബ്ബത്തല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം, പാദങ്ങൾ നീങ്ങിപ്പോകുന്ന, മാറിപ്പോകുന്ന, തെന്നിപ്പോകുന്ന ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയുടെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ശ്രദ്ധിക്കുക. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.